മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ടീമിൻ്റെയും അവരുടെ സംഘാടകരുടെയും ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് മറ്റ് ISL ക്ലബ്ബുകളുടെ ആരാധകർക്ക് അസൂയ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കല്ലമായിരിക്കും. കാരണം അത്രമാത്രം ഭ്രമിപ്പിക്കുന്ന വിധത്തിലാണ് അവരുടെ ഒരു ഓർഗനൈസേഷൻ കപ്പാസിറ്റി മുന്നോട്ട് പോകുന്നത്. അവർ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൽ നേടാൻ കഴിയുന്ന സാധ്യമായ നേട്ടങ്ങളെല്ലാം തങ്ങളുടെ കാൽക്കീഴിലാക്കിയിട്ടുണ്ട്. പക്ഷേ അവർ അടങ്ങാൻ തയ്യാറല്ല. ഇനി വൻകരകളെ കീഴ്പ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് മോഹൻ ബഗാനിന് മുന്നിലുള്ളത്. പഞ്ചാബിനെ പോലെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പോലെയുള്ള ടീമുകൾ വിദേശ താരങ്ങളെയൊക്കെ ഉൾപ്പെട്ട് ഇറക്കി പരിശീലനവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വേറെ കാര്യം. അതവിടെ നിൽക്കട്ടെ. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇത്രയധികം പ്രൈം അച്ചീവ്മെന്റ്സ് സ്വന്തമാക്കിയിട്ട് മടങ്ങാൻ തയ്യാറുള്ള അവർ ഓഗസ്റ്റ് മാസത്തോടു കൂടി തങ്ങളുടെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. വിദേശ താരങ്ങൾ മാത്രമേ ഇനി വരാനുള്ളൂ. ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട്. ഇനി സുഭാഷിഷും സഹലും മാത്രമാണ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാനുള്ളത്. അവരും ഈ ആഴ്ച തന്നെ ജോയിൻ ചെയ്യും. ഓഗസ്റ്റ് 1 കൂടി അവരുടെ പരിശീലകനായിട്ടുള്ള മൊളീന ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് അറിയുന്നത്. അടുത്ത ആഴ്ച വിദേശ താരങ്ങൾ എല്ലാവരും തന്നെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്ത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആരംഭിക്കും എന്നാണ് അറിയുന്നത്. ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ചില ക്ലബ്ബുകൾ അയ്യോ നമ്മുടെ അനിശ്ചിതത്വം മാറട്ടെ, അൺസർട്ടണിറ്റി മാറട്ടെ എന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഇങ്ങനെ കാത്തിരുന്നുകൊണ്ടിരിക്കും. നമ്മളെല്ലാം ആരാധകരും റബ്ബർ എടുത്ത് വലിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സോ കിരീടങ്ങൾ നേടണമെങ്കിൽ ഇതുപോലുള്ള ആറ്റിറ്റ്യൂഡ് വേണം. അല്ലാതെ ചിപ്സും വിറ്റ് സോഡയും വിറ്റ് ടിഷ്യൂ പേപ്പർ എടുത്ത് കണ്ണീരും തുടച്ച് ഇപ്പം പുതിയ സാധനം ഇറക്കിയല്ലോ, കോളയും ലോഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഇങ്ങനെ കച്ചവടവും സൈഡ് ബിസിനസ്സും ഒക്കെ പൊടി പിടിച്ച് നടത്തുന്നതിനോടൊപ്പം തന്നെ ടീമിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും സ്ട്രെങ്തനിങ്ങും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ നന്നായിരുന്നു. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇത് നമ്മുടെ വിധിയാണ്, അനുഭവിക്കണം.